السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ അതിമഹത്തായ 10 മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. 3 മര്യാദകളാണ് കഴിഞ്ഞ ദർസുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സമ്മതം ചോദിക്കൽ, ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്ന മര്യാദകൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ 3-മതായി ഭക്ഷണ മര്യാദകളും അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 4-മതായി ബഹുമാന്യ പണ്ഡിതൻ അഷേഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് അദബുൽ കലാം, സംസാരവുമായി ബന്ധപ്പെട്ട മര്യാദയാണ്. സംസാരമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ നിഅമത്താണ്. നാവ്, അതിലൂടെ പുറത്തേക്ക് വരുന്ന സംസാരം, നമ്മുടെ വാക്കുകൾ, ഇത് റബ്ബിൻ്റെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ, 2 കണ്ണുകളും 2 ചുണ്ടുകളും ഒരു നാവും നാം നൽകിയില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തായി എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഷെയ്ഖ് പറയുന്നു, അറാബിഉ, 4-മത്തെ മര്യാദ, തകല്ലം ബിതയ്യിബിൽ ഖൗലി ഫീ ഖൈർ വഖ്ഫിൽ സൗതക മുതമഹിലൻ ഫീ ഹദീസിക വഅൻസിത് ലിമൻ കല്ലമക മുഖ്ബിലൻ അലൈഹി വലാ തുഖാതിഉഹു വലാ തതഖദ്ദം ബൈന യദൈൽ അക്ബരി ബിൽ കലാമി. തകല്ലം ബിതയ്യിബിൽ ഖൗലി ഫീ ഖൈറിൻ, നന്മയിൽ വിശിഷ്ടമായ വാക്കുകൊണ്ട് നീ സംസാരിക്കുക. വഖ്ഫിൽ സൗതക മുതമഹിലൻ ഫീ ഹദീസിക, നീ സംസാരിക്കുമ്പോൾ പതുക്കെ അവധാനതയോടുകൂടി സംസാരിക്കുക, നിന്റെ ശബ്ദം താഴ്ത്തുകയും ചെയ്യുക. വഅൻസിത് ലിമൻ കല്ലമക, നിന്നോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി നീ മൗനം പാലിക്കുക. മുഖ്ബിലൻ അലൈഹി, അയാളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്. വലാ തുഖാതിഉഹു, നിന്നോട് സംസാരിക്കുന്ന ആളുടെ സംസാരം നീ മുറിക്കരുത്. വലാ തതഖദ്ദം ബൈന യദൈൽ അക്ബരി ബിൽ കലാമി, മുതിർന്ന പ്രായമുള്ള ആളുകൾ ഉണ്ടായിരിക്കെ അവരെ നീ സംസാരത്തിൽ മുൻകടക്കരുത്. ഇതാണ് ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഇനി സഹോദരങ്ങളെ, ഇതിലോരോന്നും വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 7 മസ്അലകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് തന്നെ വിശദീകരിച്ചത്. അഥവാ നമ്മളിപ്പോൾ വായിച്ചത് 7 കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. 7 വിഷയങ്ങളാണ് അതിലുള്ളത്. 1-മത്തെ മസ്അല, തകല്ലം ബിതയ്യിബിൽ ഖൗലി ഫീ ഖൈറിൻ, വിശിഷ്ടമായ വാക്കുകൊണ്ട് നന്മയിൽ നീ സംസാരിക്കുക. അഥവാ സഹോദരങ്ങളെ, നമ്മുടെ സംസാരമെന്നത് നന്മയിൽ മാത്രമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഓരോ അടിമയും
കൽപ്പിക്കപ്പെട്ട കാര്യമാണ് സംസാരം അത് നന്മയിൽ ആയിരിക്കണമെന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത്, ഫല്യഖുൽ ഖൈറൻ, അവൻ നല്ലത് പറഞ്ഞുകൊള്ളട്ടെ, നല്ലത് സംസാരിച്ചു കൊള്ളട്ടെ, ഔ ലിയസ്മുത്, ഇനി നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. മാത്രമല്ല ഇത് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞ നിബന്ധന നിങ്ങൾ നോക്കൂ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണിത്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഓരോ അടിമയും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഒന്നല്ലെങ്കിൽ നല്ലത് പറയുക, അതല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമത നജാ, മൻ സമത നജാ. ആരാണോ മൗനം പാലിച്ചത് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു ഹദീസാണ്. 3 വാക്കുകളെ അതിലുള്ളൂ, മൻ സമത നജാ. എന്നാൽ സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മുടെ ജീവിതം തന്നെ നന്നാക്കി തരും, നമ്മുടെ പരലോകം രക്ഷപ്പെടുത്തും. കാരണം നമുക്കാവശ്യമില്ലാത്ത, നമ്മെ ബാധിക്കാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളത് രക്ഷപ്പെട്ടു, വിജയിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരടിമയുടെ ഈമാൻ നേരെയാവുകയില്ല അവൻ്റെ ഹൃദയം നേരെയാവുന്നതുവരെ. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. വലാ യസ്തഖീമു ഖൽബുഹു. ഒരടിമയുടെ ഖൽബ്, ഹൃദയം നേരെയാവുകയില്ല ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ നാവ് നേരെയാവുന്നതുവരെ. അഥവാ സഹോദരങ്ങളെ, നമ്മുടെ നാവ് നേരെയായാൽ നമ്മുടെ ഖൽബ് നേരെയാകും. നമ്മുടെ ഖൽബ് നേരെയായാൽ മാത്രമേ നമ്മുടെ ഈമാൻ നേരെയാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസം നേരെയാവാനുള്ള മാനദണ്ഡം ഇതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലാമു ഇബ്നി ആദമ അലൈഹി ലാ ലഹു. ആദമിൻ്റെ സന്താനം, മനുഷ്യൻ സംസാരിക്കുന്ന അവൻ്റെ സംസാരം എന്നത് അവന് അനുകൂലമാവുകയില്ല, മറിച്ച് പ്രതികൂലമാണ് ആയിത്തീരുക, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലൊഴികെ. ഇല്ലൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വദിക്റുല്ലാഹി അസ്സ വജൽ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിനുള്ള ദിക്ർ. ഈ പറഞ്ഞ കാര്യങ്ങളിലല്ലാതെ ആദമിൻ്റെ സന്താനം, മനുഷ്യൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് പ്രതികൂലമായിട്ടാണ് തീരുക. സുബ്ഹാനല്ലാഹ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അള്ളാഹുവിനുള്ള ദിക്ർ ചെയ്യുക. ഇത് മൂന്നുമല്ലാത്ത ഏതൊക്കെ സംസാരങ്ങളുണ്ടോ അതൊരിക്കലും നമുക്ക് അനുകൂലമായി തീരുകയില്ല, മറിച്ച് പ്രതികൂലമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമതി ലാ യറാ ബിഹാ ബഅസൻ യഹ്വി ബിഹാ 70 ഖരീഫൻ ഫിന്നാർ. ഒരു മനുഷ്യൻ അവനൊരു സംസാരം, ഒരു വാക്ക് ഉരുവിടും, പറയും. എന്നാൽ അവൻ പറഞ്ഞ വാക്കിനെക്കുറിച്ച് അതിൻ്റെ ഗൗരവം അവൻ ചിന്തിക്കുകയില്ല. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, നന്മയല്ലാത്ത കാര്യമായിരിക്കും അവൻ സംസാരിച്ചിട്ടുണ്ടാവുക. എന്നാൽ അതിൻ്റെ ഗൗരവം അവൻ ചിന്തിക്കുകയില്ല. ആ പറഞ്ഞ വാക്കിൻ്റെ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 70 വർഷം വഴിദൂരമുള്ള നരകത്തിലേക്കാണ് ആ വാക്ക് അവനെ തള്ളിവിടുക. ഒരൊറ്റ വാക്ക്, അതെന്തുമാവട്ടെ, ഏത് വിഷയവുമാവട്ടെ, നന്മയല്ലാത്ത,
അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, റബ്ബിൻ്റെ തൃപ്തിയിലല്ലാത്ത ഏത് വാക്കുമാകട്ടെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് 70 വർഷം വഴിദൂരമുള്ള നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആ അടിമ ആ ഒരു വാക്ക് കാരണത്താൽ ചെന്നു പതിക്കുമെന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് എന്ന ഈ മഹത്തായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫമിൻ ഹുനാ യുഅലമു അന്നമാ ലൈസ ബിഖൈറിൻ മിനൽ കലാമി ഫസ്സുകൂതു അൻഹു അഫ്ളലു മിനത് തകല്ലുമി ബിഹി. ആർക്കാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളത് അവൻ ഒന്നല്ലെങ്കിൽ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ഈ ഹദീസിൽ വ്യക്തമാണ്, ഒരാൾക്ക് നല്ലതൊന്നും പറയാനില്ല എങ്കിൽ അവന് സംസാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം മിണ്ടാതിരിക്കലാണ്. സഹോദരങ്ങളെ, മേൽ വായിച്ച ഹദീസുകളെല്ലാം നമ്മെ അങ്ങേയറ്റം ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. സംസാരത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ നാവ് എന്നത് നമ്മെ നരകത്തിലേക്ക് ചെന്നെത്തിക്കും എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് കാണാം, അധികരിച്ച സംസാരം നിങ്ങൾ സൂക്ഷിക്കുക, അനാവശ്യമായ ആവശ്യമില്ലാത്ത സംസാരം നിങ്ങൾ സൂക്ഷിക്കുക, അതിനെ തൊട്ട് ജാഗ്രത കൈക്കൊള്ളുക. ഹസ്ബു മ്രിഇൻ മാ ബലഗ ഹാജതഹു, ഒരു മനുഷ്യന് അവന് ആവശ്യമുള്ള സംസാരമെത്തിയാൽ അവൻ നിർത്തേണ്ടതാണ്, മതിയാക്കേണ്ടതാണ്. വെറുതെ വർത്താനം പറയുക, വെറുതെ സംസാരിക്കുക എന്നത് പാടില്ല. അതിനെക്കുറിച്ച് ജാഗ്രത കൈക്കൊള്ളണം, കരുതിയിരിക്കണമെന്നാണ് സഹാബത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷെയ്ഖ് ഒന്നാമതായി പറയുകയാണ്, തകല്ലം ബിതയ്യിബിൽ ഖൗലി ഫീ ഖൈർ, നന്മയിൽ വിശിഷ്ടമായ നല്ല വാക്കുകൊണ്ട് നീ സംസാരിക്കുക. നല്ലതൊന്നും പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പറയരുത്. മറിച്ച് നന്മ, നല്ലത്, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, അതല്ലെങ്കിൽ അള്ളാഹുവിനുള്ള ദിക്ർ, ഇതിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതായിരിക്കണം നമ്മുടെ സംസാരത്തിൻ്റെ ആകത്തുക. ഇത് സഹോദരങ്ങളെ പറയാൻ വളരെ എളുപ്പമാണ്, കേൾക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതിലാണ് നമ്മുടെ വിജയം. ചില മുൻഗാമികൾ പറഞ്ഞു, യുഅറദു അല ഇബ്നി ആദമ യൗമൽ ഖിയാമത്തി സആഅതു ഉംരിഹി, ഖിയാമത്ത് നാളിൽ മനുഷ്യന്, ആദമിൻ്റെ പുത്രന് അവൻ്റെ ആയുസ്സിലെ സമയങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും, കാണിച്ചു കൊടുക്കും. ഇത്ര കൊല്ലം, ഇത്ര വയസ്സുവരെ നീ ജീവിച്ചിട്ടുണ്ട് എന്നത് കാണിച്ചു കൊടുക്കും. കുല്ലു സാഅത്തിൻ ലം യദ്കുരില്ലാഹ ഫീഹാ തതഖത്തഉ നഫ്സുഹു അലൈഹാ ഹസറാത്ത്, ഒരടിമയുടെ മുന്നിൽ തൻ്റെ ആയുസ് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് അവൻ്റെ ഹൃദയം അവിടുന്ന് പൊട്ടിപ്പോകുമെന്നാണ്. വെപ്രാളത്തിൽ, ബേജാറിൽ പ്രയാസപ്പെടും എന്ന് ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇക്കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തെ മസ്അല എന്നുള്ളത്, നന്മ പറയാൻ നമ്മൾ പരിശ്രമിക്കണം. നല്ലത് പറയാൻ, നല്ലതൊന്നും പറയാനില്ലേ മിണ്ടാതിരിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, വഖ്ഫിൽ സൗതക, നിന്റെ ശബ്ദം നീ ചുരുക്കുക, നിന്റെ ശബ്ദം ചുരുക്കുക. ഇത് സഹോദരങ്ങളെ സംസാരത്തിൻ്റെ മര്യാദയാണ്. ഉറക്കെ ഒച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത് മര്യാദയിൽപ്പെട്ടതല്ല. അഥവാ സാധാരണ സംസാരിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അങ്ങനെ ആവശ്യമുള്ള സന്ദർഭത്തിലല്ല ഈ പറഞ്ഞത്. അതല്ലാത്ത സമയത്ത് സംസാരിക്കുമ്പോൾ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് സംസാരത്തിൻ്റെ മര്യാദ. അതാണ് ലുഖ്മാൻ തൻ്റെ മകന് നൽകിയ വസിയ്യത്തിൽ നമുക്ക് കാണാം, വഖ്ഫിൽ സൗതക, നിന്റെ ശബ്ദം നീ ചുരുക്കുക. സംസാരിക്കുമ്പോൾ ചെറിയ ശബ്ദത്തിൽ, ഒച്ചയിടാതെ, ആർത്തു വിളിക്കാതെ, അട്ടഹസിക്കാതെ
സംസാരിക്കണം. ഒരാളുടെ ശബ്ദം പരിധി വിട്ട് ഉയർന്നാൽ ആ ശബ്ദം കേൾക്കാൻ രസമുണ്ടാവില്ല. മൈക്കിൽ കേൾക്കുന്നത് പോലെയല്ല. സാധാരണ സംസാരിക്കുമ്പോൾ അമിതമായി ഒരാൾ ശബ്ദമുയർത്തിയാൽ അത് കേൾക്കാൻ രസമുണ്ടാവുകയില്ല, കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും കേൾക്കുന്ന ആളുകൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ മര്യാദയിൽപ്പെട്ടതാണ് ശബ്ദം താഴ്ത്തുക എന്നുള്ളത്. അത് സഹോദരങ്ങളെ പൊതുവേ നല്ല ഒരു ശൈലിയാണ്, നല്ല ഒരു രീതിയാണ്. ഇതെല്ലാ സ്ഥലത്തും നമ്മൾ പാലിക്കേണ്ട ഒരു രീതിയാണ്. സ്ഥിരമായി ഒച്ചയിട്ട് സംസാരിച്ച് ശീലമായി പോയാൽ ചിലപ്പോൾ ഒച്ച എടുക്കാത്ത സ്ഥലത്തും ഒച്ച എടുത്തു പോവും, പിടിച്ചു വെക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ പ്രകൃതിയാണല്ലോ ചില സ്ഥലത്ത് പുറത്തേക്ക് വരിക. ഒച്ച എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ ശബ്ദം ഉയർത്തിപ്പോകും. അപ്പോൾ പൊതുവേ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നൽകാൻ പറ്റുന്ന ഒരു ഉപദേശമാണ്, നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ട ഉപദേശമാണ്. ചെറുങ്ങനെ സംസാരിക്കുക, അട്ടഹസിക്കരുത്, ഉറക്കെ സംസാരിക്കരുത് എന്ന് നമ്മൾ ഓരോരുത്തരും പഠിപ്പിച്ചു കൊടുക്കണം. നല്ല ഒരു മര്യാദയാണ്. ചിലപ്പോൾ പ്രായമുള്ള ആളുകളോട് ഉറക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് സാധാരണ വർത്തമാനമായിരിക്കും, പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഉയർച്ച കൊണ്ട് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടാവും. എന്താണ് ഒരു മര്യാദയില്ലാതെ സംസാരിക്കുന്നു എന്ന് വിചാരിക്കും. ഏതാണ് ഇവൻ, ആരുടെ കുട്ടിയാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. പറയുന്നത് ചിലപ്പോൾ സാധാ വർത്താനായിരിക്കും, പക്ഷെ ചോദിക്കുന്നത് ശബ്ദം ഉയർത്തിയാൽ കേൾക്കുന്ന ആൾക്ക് പ്രയാസം ഉണ്ടാവും. അത് സഹോദരങ്ങളെ മൊത്തത്തിൽ പൊതുവെ ശബ്ദം താഴ്ത്താൻ നമ്മൾ പരിശ്രമിക്കുക. അത് വിനയത്തിൻ്റെ, താഴ്മയുടെ ഒക്കെ അടയാളത്തിൽപ്പെട്ടതാണ്. ശബ്ദം ഉയർത്താതെ സാധാരണ രൂപത്തിൽ പതുക്കെ സംസാരിക്കുക എന്നുള്ളത് നല്ല ഒരു അദബിൽപ്പെട്ടതാണ്, നല്ല ഒരു മര്യാദയിൽ പെട്ടതാണ്. മൂന്നാമത്തെ മസ്അല ഷെയ്ഖ് പറഞ്ഞു, മുതമഹിലൻ ഫി ഹദീസിക, നിന്റെ സംസാരത്തിൽ നീ അവധാനത പാലിക്കുക. അത്തമഹുൽ എന്ന് പറഞ്ഞാൽ അത്തഅന്നി വത്തുഅദ, പതുക്കെ, സാവധാനം, അവധാനതയോടുകൂടി സംസാരിക്കുക, ശ്രദ്ധിച്ച് സംസാരിക്കുക. എന്തിനാണ് ഈ അവധാനത പാലിക്കേണ്ടത്? പതുക്കെ അവധാനതയോടുകൂടി സംസാരിക്കുക എന്നുള്ളത് രണ്ട് ഗുണങ്ങൾ അതുകൊണ്ട് ലഭിക്കും. ഒരാൾ മെല്ലെ അവധാനതയോടുകൂടി സംസാരിച്ചാൽ രണ്ട് ഫായിദയാണ് അയാൾക്ക് അതുകൊണ്ട് ലഭിക്കുന്നത്. ഒന്നാമത്തേത്, അയാളുടെ സംസാരം ശ്രദ്ധിക്കാൻ അയാൾക്ക് സാധിക്കും. അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. രണ്ടാമത്തേത്, കേൾക്കുന്ന ആൾക്ക് അത് കേട്ട് മനസ്സിലാക്കാനും സാധിക്കും. വേഗത്തിൽ, വളരെ വേഗത്തിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ആണെന്നില്ല ചെറവറ സംസാരിക്കുന്ന ആളുകളുണ്ടാവും, പിടുത്തമുട്ട രൂപത്തിൽ സംസാരിക്കും. അപ്പോൾ എന്താവും, എല്ലാം പുറത്തേക്ക് വരും. റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ ഇരിക്കും, എല്ലാ വണ്ടിയും പോവും. സംസാരം പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മാത്രമല്ല പുറത്തേക്ക് വരിക. നേരെ മറിച്ചിട്ട് മെല്ലെ മെല്ലെ സംസാരിച്ച് നോക്കിയാൽ ആവശ്യമുള്ളതേ പുറത്തേക്ക് വരുള്ളൂ. ആവശ്യമുള്ള, നമ്മൾ എന്താണോ തൂക്കി വെച്ചത് അത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കയറൂരി വിട്ടതുപോലെ ഇങ്ങനെ പോവും, പറഞ്ഞ് 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 എവിടെയെങ്കിലൊക്കെ എത്തിപ്പോവും. അത് സഹോദരങ്ങളെ സംസാരത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ശബ്ദം താഴ്ത്തുക, അതുപോലെ അവധാനതയോടുകൂടി സംസാരിക്കുക, പതുക്കെ മെല്ലെ. അതുപോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവണം. അതാണ് അൽ കലാം എന്ന് പറഞ്ഞാൽ, സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന, പുറത്തേക്ക് വിടുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിവേഗത്തിൽ സംസാരിച്ചാൽ കുറേ പ്രാവശ്യം പറയേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ഉപദേശം കൊടുത്തായിരിക്കും. ഉപദേശം കൊടുത്ത അവസാനത്തിൽ ചിലപ്പോൾ ഈ കേട്ട ആൾ വിചാരിക്കും ഇയാൾ ഇത്രയും നേരം എന്താണ് പറഞ്ഞതെന്ന് തോന്നും, മനസ്സിലാവില്ല. നേരെ കുറച്ച് പതുക്കെ സാവധാനത്തിൽ ശബ്ദം താഴ്ത്തി പതിയെ പതിയെ ഓരോന്നും ഓരോന്നും പടിപടിയായി സംസാരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഗ്രഹിക്കാൻ അത് വളരെ ഉപകാരമാണ്. അത് വളരെ ഉപകാരമാണ്. അത് സംസാരത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്, നമുക്കുള്ള സംരക്ഷണമാണ്.
നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. സ്പീഡ് കൂട്ടിയാൽ ഒന്ന് തെറ്റിപ്പോകും, പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്തതും പുറത്തേക്ക് വരും. നാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നാവ് എന്നത് നമ്മൾ ഉദ്ദേശിച്ചത് മാത്രമല്ല പുറത്തേക്ക് വരിക, നമ്മൾ പറയാൻ ഉദ്ദേശിക്കാത്തതും ഇതിലൂടെ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്നത് തടയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് വിടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൂടെ എല്ലാം പുറത്തേക്ക് വരും, എന്തും വരും, എന്തും വരും. പക്ഷെ അങ്ങനെ എല്ലാം വരാൻ പാടില്ല. മറിച്ച് നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ നന്മ മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. ഒരാൾ തെറി വിളിച്ചു, അത് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ വരാനിട്ടാണോ? അല്ല. പക്ഷേ വരരുത്. ഒരാൾ ആക്ഷേപിച്ചു, തിരിച്ചതുപോലെ ആക്ഷേപിക്കാൻ നാവ് കൊണ്ട് പറ്റും. പക്ഷെ ഒരു മുഅ്മിനിന് അത് അനുയോജ്യമല്ല. ഒരു മുഅ്മിനിന് അത് അനുയോജ്യമല്ല. അവനവൻ്റെ വാക്കുകൾ എണ്ണി തിട്ടപ്പെടുത്തി ചിട്ടപ്പെടുത്തി പുറത്തേക്ക് വിടേണ്ടത് മാത്രമേ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. അപ്പം അത് വാക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്ന, അവധാനതയോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പരിസരം മറന്ന് പുറത്തേക്ക് വരും. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുക, ഞാനത് പറയാൻ പാടില്ലായിരുന്നല്ലോ, എൻ്റെ നാവിൽ നിന്ന് അത് വരാൻ പാടില്ലായിരുന്നല്ലോ. ചിലപ്പോൾ നമ്മൾ പണ്ടേ പറഞ്ഞു വന്നതായിരിക്കും, ഇടയ്ക്ക് അൽഹംദുലില്ലാ നിർത്തിയതായിരിക്കും. ചിലപ്പോൾ പരിസരം മറന്ന് പുറത്തേക്ക് വന്നു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പതുക്കെ അവധാനതയോടുകൂടി വാക്കുകൾ പുറത്തേക്ക് വിടുക എന്നുള്ളത് സംസാരത്തിൻ്റെ മര്യാദയിൽ പെട്ടതാണ്. നാലാമത്തെ മസ്അല, വഅൻസിത് ലിമൻ കല്ലമക. ആരെങ്കിലും നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ നീ അയാളെ സാഗൂതം ശ്രവിക്കുക, കേൾക്കുക. ഇത് സഹോദരങ്ങളെ വളരെ മഹത്തരമായൊരു മര്യാദയാണ്. നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആൾക്ക് കാതു കൊടുക്കണം. സംസാരിക്കുന്ന ആൾ പറയുന്നത് കേൾക്കാനുള്ള അവധാനത നമുക്ക് വേണം. പറയാൻ അവധാനത വേണം, കേൾക്കാനും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് കാണാം. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ ഫസ്തമിഉ ലഹു, നിങ്ങളതിന് കാത് കൊടുക്കുക, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതാണ് ശൈഖ് ഇവിടെ പറഞ്ഞത്. വഅൻസിത്, വഅൻസിത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യണം. ഇത് വളരെ വലിയ മര്യാദയാണ്. ആളെ പറയാൻ വിടാതിരിക്കരുത്. ഒരാൾ പറയുന്നത് അയാളെ അവഗണിക്കുകയും ചെയ്യരുത്. പറയുന്നത് കേൾക്കണം, പറയുന്നത് കേൾക്കണം. അഞ്ചാമത്തെ മസ്അല മുഖ്ബിലന അലൈഹി, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണത്. ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാളെ കേൾക്കണം, അതുപോലെ അയാളിലേക്ക് ശ്രദ്ധ തിരിച്ച് അയാളെ അഭിമുഖീകരിക്കണം. ഒരാളായിരുന്നു സംസാരിക്കുക, നമ്മളിവിടുന്ന് ഇങ്ങനെ ഫോണോട് കളിക്കുക, എന്തായിരുന്നു പറഞ്ഞത്, അങ്ങനെയല്ല. അതല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ വേറെന്തെങ്കിലും പണിയെടുക്കുക, അങ്ങനെയല്ല. നമ്മൾ ജോലി സ്ഥലത്ത് വന്നിട്ട് ഒരാൾ കച്ചവടത്തിൻ്റെ ഇടയിൽ വേറൊരാളെ ഒന്ന് കുശലം പറയുമ്പോൾ സാധനം കെട്ടിക്കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന വിഷയമല്ല ഇത് പറഞ്ഞത്. പൊതുവേ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലേ, അയാളെ പണിയും നടക്കണം, സംസാരവും നടക്കണം. അവിടെ അല്ല ഈ പറഞ്ഞത്, അത്തരം വിഷയങ്ങളല്ല. മറിച്ച് സാധാരണഗതിയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ കേൾക്കാനും ശ്രദ്ധിക്കാനും നമ്മൾ തയ്യാറാവണം. അത് വളരെ മഹത്തരമായൊരു മര്യാദയാണ്. അത് ആളുകളെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതാരായിക്കോട്ടെ, അത് നമ്മേക്കാൾ താഴ്ന്നവരാവട്ടെ, പണമുള്ളവരാവട്ടെ, പണമില്ലാത്തവരാവട്ടെ, ഈ പറഞ്ഞ മര്യാദ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ വലിയ കോലമൊന്നും ഉണ്ടാവില്ല. നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കണം. അതൊരു മര്യാദയിൽപ്പെട്ടതാണ്. അതൊരു മര്യാദയിൽപ്പെട്ടതാണ് കേൾക്കുക, അയാൾക്ക് മുഖം കൊടുക്കുക എന്നുള്ളത്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഇത് ശ്രദ്ധിക്കണം. ഉമ്മയും വാപ്പയും പറയുമ്പോൾ
ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. അത് പറയുമ്പോൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം, പറഞ്ഞ് പൂർത്തീകരിക്കാൻ അവസരം കൊടുക്കണം. അതുപോലെ ഭാര്യമാർ, അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാവരോടും സംസാരിക്കാൻ നമുക്ക് കുറേ സമയം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിയാനിരിക്കുന്ന ആളുകൾ കഴിഞ്ഞാലും ശ്രദ്ധിക്കണം. പൊതുവേ പുറത്തുള്ള എല്ലാ ആളുകളോടും സംസാരിക്കാനും ഇരുന്ന് കേൾക്കാനും നമുക്കൊരു മടിയും പ്രയാസവും ഒന്നും ഉണ്ടാവില്ല, സമയത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ ഭാര്യമാർ വല്ലതും സംസാരിക്കുമ്പോൾ നമുക്ക് തീരെ നേരം ഉണ്ടാവില്ല, പാടില്ല. പൊതുവെ മൊത്തത്തിൽ എല്ലാവരോടും ഈ മര്യാദ പാലിക്കുന്നു അല്ലെങ്കിൽ പാലിക്കണം എങ്കിൽ വീടുകളിൽ, നമ്മുടെ വീട്ടിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെയാണ് മക്കൾ, അവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. മക്കൾ തിരിച്ചും അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയും ബാപ്പയും വല്ലതും പറയാൻ വിളിക്കുന്നു അല്ലെങ്കിൽ പറയുന്നുവെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കണം. ഇത് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ആറാമത്തെ മസ്അല, വലാ തുഖാതിഉഹു, സംസാരം മുറിക്കരുത്. ഇതും സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾ അറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ആളുകളെ സംസാരിക്കാൻ വിടൂല, ആളുകളെ സംസാരിച്ച് പൂർത്തിയാക്കാൻ വിടൂല, അതിനു മുന്നേ ഇടയിൽ കയറി സംസാരിക്കും. അത് പാടില്ല. ഒരാൾ പറഞ്ഞ് തീരണം. സാധാരണ തമാശ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദത്തിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അതല്ല ഇവിടെ പറഞ്ഞത്. പൊതുവേ ഒരാൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു 4 ആൾ കൂടി ഒരു മുബാഹായ ഒരു സംസാരം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളൊന്ന് പറയും, അടുത്ത ആൾ വേറെന്ന് പറയും, അങ്ങനെ ചിലപ്പോൾ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരും. അതല്ലാതെ പൊതുവേ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളെ പൂർത്തീകരിക്കാൻ വിടണം, ശ്രദ്ധിച്ച് കേൾക്കണം, അയാൾക്ക് അഭിമുഖമായി നിൽക്കണം. അതല്ലാതെ ഇടയിൽ കയറി സംസാരിക്കരുത്. അതാണ് ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംസാരം മുറിക്കരുത്. ചില ആളുകളുണ്ട്, അപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, നിങ്ങൾ റേഡിയോയിലാവുകയാണോ, നിങ്ങൾ മാത്രം പറയാം നമ്മൾ കേൾക്കുക. അങ്ങനല്ല, പറയുന്നത് കേൾക്കുക, അതുപോലെ പറയാനുള്ളതും കേൾക്കണം. അല്ലെങ്കിൽ പിന്നെ പറയാൻ പോണ്ട. നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കണമെങ്കിൽ അയാൾ പറയുന്നത് തിരിച്ചും കേൾക്കണം. അതല്ലാതെ നമ്മൾ മാത്രം ഇങ്ങനെ പോവുക എന്നുള്ളതല്ല. പറഞ്ഞ് ഇനി ഇയാൾക്കൊന്ന് ശ്വാസം കഴിക്കാൻ പോലും ചിലപ്പോൾ അവസരം കൊടുക്കില്ല. അങ്ങനെ നമ്മൾ ആവരുത്. മറിച്ച് ഈ പറഞ്ഞ മര്യാദ നമ്മൾ പാലിക്കുക. സംസാരം ഇടയിൽ വെച്ച് മുറിപ്പിക്കരുത്, സംസാരിച്ച് തീരാൻ അനുവദിക്കുക. ഏഴാമത്തെ മസ്അല, വലാ തതഖദ്ദം ബൈന യദയിൽ അക്ബരി ബിൽ കലാം, മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ ഉണ്ടായിരിക്കെ അവരെ മുൻകടന്ന് സംസാരിക്കരുത്, അവരെ മുൻകടക്കരുത്. കാരണം സഹോദരങ്ങളെ, മൊത്തത്തിൽ ഈ ശരീഅത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് മുതിർന്ന ആളുകളെ, പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളത്. നമ്മേക്കാൾ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യർഹം സഗീറന വയഅരിഫ് ഹഖ്ഖ കബീരിന ഫലൈസ മിന്ന, ആരാണോ നമ്മിലെ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തത്, വലിയവരോട് അവരുടെ ഹക്ക്, അവരോടുള്ള ബാധ്യത തിരിച്ചറിയാത്തത്, ഫലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവനല്ല, അത്തരം ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലൈസ മിന്ന എന്ന പ്രയോഗം, നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രയോഗം കബായിറിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ലൈസ മിന്ന എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം വൻപാപത്തിൽപ്പെട്ടതാണ്, അൽ കബായിറിൽപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളോട്, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത ആളുകൾ, അവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കാരുണ്യം കാണിക്കാത്തത് കബായിറിൽപ്പെട്ടതാണ്, വൻപാപത്തിൽപ്പെട്ടതാണ്. അതേപോലെ വലിയവർ, മുതിർന്നവർ, അവർക്കുള്ള ബാധ്യത, അവരോടുള്ള മര്യാദ പാലിക്കാത്തവർ, തിരിച്ചറിയാത്തവർ, അവരും നമ്മിൽപ്പെട്ടവനല്ല, അതും വൻപാപത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ലൈസ മിന്ന എന്ന പ്രയോഗം വൻപാപത്തിൽപ്പെട്ടതാണ് എന്നറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ വൻപാപങ്ങൾ എന്നത് 7 വൻപാപങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. 7 അത് 70 അല്ല 700-നടുത്താണ് എന്നൊക്കെ സഹാബത്ത് പറഞ്ഞതായി കാണാം.
അപ്പോൾ എങ്ങനെയാണ് ഒരു തിന്മ വൻപാപമാണ് എന്നറിയുക? അതിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉലമാക്കൾ പറഞ്ഞ ചില അടയാളങ്ങളാണ്. അതിലൊന്നാണിത്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ അത് കബായിറിൽപ്പെട്ട തിന്മയാണ്. അങ്ങനെ വരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അത് വൻപാപമായി എണ്ണപ്പെടും എന്നതിനുള്ള തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വൻപാപത്തിൽപ്പെട്ടതാണ് മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത്. പ്രായമുള്ളവരോട് കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിലായിക്കൊണ്ട് താടി നരക്കുക, പ്രായമാവുക എന്നത് വലിയ കാര്യമാണ്. സാധാരണ പൊതുവേ എല്ലാ പ്രായമുള്ള ആളുകളോടും പ്രായത്തിൻ്റെ ബഹുമാനം നമ്മൾ കാണിക്കണം. എന്നാൽ മുസ്ലിമീങ്ങളായ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമിനകത്തുള്ള ഒരാൾക്ക് ശ്രേഷ്ഠത കൂടുതലാണ്. കാരണം ഒരുപാട് കാലം അള്ളാഹുവിൻ്റെ ദീനിലായി കഴിഞ്ഞുകൂടിയവരാണവർ. വലിയ കാലഘട്ടം മുസ്ലിമീങ്ങളായിക്കൊണ്ട് അവർക്ക് കഴിഞ്ഞുപോയി. അപ്പം അങ്ങനെയുള്ള പ്രായമുള്ള ആളുകളെ കൂടുതൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ അപമാനിക്കരുത്, അവരെ അവഗണിക്കരുത് എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഈ ശരീഅത്ത് പഠിപ്പിച്ച കാര്യമാണ്. അതിന് പുറത്തുള്ള ആളായാലും ശരി, നമ്മുടെ വീടുകളിലുള്ള ആളുകളായാലും ശരി, പ്രായമുള്ള ആളുകളോട് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരിക്കണം. ഇത് സഹോദരങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പ്രായം പരിഗണിക്കാതെ മോശമായി സംസാരിക്കുകയും അതുപോലെയുള്ള പെരുമാറ്റങ്ങളും ഇന്ന് വ്യാപകമാണ്. ചെറിയ പ്രായമായിരിക്കും കുട്ടികൾക്ക്, പക്ഷേ മുതിർന്ന ആളുകളോടുള്ള പെരുമാറ്റം വളരെ മോശമാണ്. പഠിപ്പിച്ചു കൊടുക്കണം. പഴയ കാലത്തൊക്കെ അത് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കും. മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം. അല്ലേ? പണ്ടത്തെ കാലത്ത് കാരണന്മാർ തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ കസേരയിൽ ഇരിക്കാൻ പാടില്ല, കസേര കാലിയുണ്ടെങ്കിൽ അത് വലിയ ചർച്ചയാവും. അങ്ങനെയാണ്. ഇന്ന് കാരണവർ നിന്നാലും നമ്മൾ കാൽമക്കാല് വെച്ചിട്ടിരിക്കും. ചോദിച്ചാൽ ന്യൂ ജനറേഷനാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ എല്ലാ കാലത്തും ഒരേ നിയമമാണ്. ജനറേഷൻ മാറിയതുകൊണ്ട് പ്രായമുള്ള ആളുകളെ അവഗണിക്കുക എന്നുള്ളതല്ല. അതിന് പുതിയ പുതിയ പേരുകൾക്കുണ്ടാവും. പ്രായമുള്ള ആളുകൾക്ക് പൊതുവെ അവരുടേതായ ചില സ്വഭാവങ്ങളുണ്ടാവും. അവരുടേതായ ചില വാക്കുകളും ചില തിരക്കൂട്ടലുകളും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പ്രായത്തിൻ്റെതാണ്. അത് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പറയുന്നത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുതിർന്ന ആളുകളെ, വലിയവരെ മുൻകടന്ന് സംസാരിക്കാൻ പാടില്ല. വലിയവർ എന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് അധികാരം കൊണ്ട്, സ്ഥാനം കൊണ്ട്, ഇൽമ് കൊണ്ട് അങ്ങനെ മുതിർന്നയാൾ എന്ന് പറയും. പ്രായം കുറവാണെങ്കിലും ഇൽമ് കൊണ്ട് മുതിർന്ന ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരെ മുൻകടന്ന് സംസാരിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയസ്സുകൊണ്ടുള്ള പ്രായം തന്നെയാണ്. അവർക്ക് ഒരു പക്ഷേ ഇൽമുണ്ടാവില്ല, എന്നാൽ പ്രായമുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ പ്രായമുള്ളവരെ മുന്തിക്കുക, അവരോട് സംസാരിക്കാൻ പറയുക. ഇനി അവർ പറയുകയാണില്ല, നിങ്ങൾ എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് 2-3 പേര് വരികയുണ്ടായി. അതിൽ പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയ ആളുമുണ്ടായിരുന്നു. പ്രായം കുറഞ്ഞ ആൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിർ, വലിയ ആളോട് സംസാരിക്കാൻ പറഞ്ഞു. വലിയ ആൾ പറയട്ടെ, വലിയ ആൾ സംസാരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മുതിർന്ന ആളുകളെ മുന്തിക്കുക എന്നതാണ് മര്യാദ. ഈ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ഭാഗം വിശദീകരിക്കവേ ഷെയ്ഖ് തന്നെ പറഞ്ഞതായി കാണാം, ഉലമാക്കൾ സംസാരിക്കേണ്ട വിഷയം സാധാരണക്കാർ സംസാരിക്കാൻ പാടില്ല. അത് ഈ പറഞ്ഞ മസ്അലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉലമാക്കളെ മുന്തിക്കണം. വലിയ ആൾ മുതിർന്ന ആളെ മുൻകടന്ന് സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് അതിൽ പ്രധാനമായും വരും. ഒരു ദീനീ വിഷയം, ദീനുമായി ബന്ധപ്പെട്ട ഒരു മസ്അല, അതിൽ ഉലമാക്കളെ മുന്തിക്കണം.
അവരെ പറയാൻ അനുവദിക്കണം, അതല്ലെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കണം. അതല്ലാതെ അതിൻ്റെ ഇടയിൽ കയറി നമ്മളെ അഭിപ്രായം പറയരുത്. അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ സംസാരിക്കരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ്. സാധാരണ സംസാരിക്കുമ്പോൾ മുതിർന്ന ആളുകളെ മുന്തിക്കണമെങ്കിൽ ദീനീ വിഷയം സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? ദീനീ വിഷയം തോന്നിയതുപോലെ ആരെങ്കിലും പറയുക എന്നതല്ല, മറിച്ച് അതിൻ്റെ അഹ്ലുകാർ, അതിൻ്റെ ആളുകൾ പറയണം. അതിനെക്കുറിച്ച് പഠിച്ച വിവരമുള്ള ആളുകളാണത് പറയേണ്ടത്. അപ്പം അത് ഈ മസ്അലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ 7ഓളം മസ്അലകളാണ് ഈ ഭാഗത്ത് ഷെയ്ഖ് തന്നെ വിശദീകരിച്ചത്. ഒന്നുകൂടി പറയാം. തകല്ലം ബിതയ്യിബിൽ ഖൗലി ഫി ഖൈർ. ഒന്നാമത്തേത്, സംസാരിക്കുമ്പോൾ നന്മയിൽ നല്ല വാക്കുകൾ കൊണ്ട്, വിശിഷ്ടമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. വഖ്ഫിൽ സൗതക, നിന്റെ ശബ്ദം നീ താഴ്ത്തുക, ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുക. മുതമഹിലൻ ഫി ഹദീഥിക, നിന്റെ സംസാരത്തിൽ അവധാനതയുള്ളവനാവുക, പതുക്കെ അവധാനതയോടുകൂടി ശ്രദ്ധിച്ച് സംസാരിക്കുക. വഅൻസിത് ലിമൻ കല്ലമക്, നിന്നോടൊരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് ചെവി കൊടുക്കുക, അയാളെ ശ്രദ്ധിച്ച് കേൾക്കുക, മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. മുഖ്ബിലൻ അലൈഹി, അയാളെ അഭിമുഖീകരിക്കുക, അയാൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അയാളെ സംസാരം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. വലാ തുഖാതിഅഹു, സംസാരം മുറിക്കരുത്, ഇടയിൽ കയറി സംസാരം മുറിക്കരുത്. വലാ തതഖദ്ദം ബൈന യദയിൽ അക്ബരി ബിൽ കലാം, മുതിർന്നയാളെ പ്രായം കൊണ്ടോ ഇൽമു കൊണ്ടോ അധികാരം കൊണ്ടോ സ്ഥാനം കൊണ്ടോ മുതിർന്നയാളെ മുൻകടന്ന് സംസാരിക്കുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ സഹോദരങ്ങളെ സംസാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട മര്യാദകളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ച് പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഷെയ്ഖ് ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞ 7 മസ്അലകളാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അഅ്ളാഅ കുല്ലുഹാ തുകഫിറു ലിസാന, അവയവങ്ങൾ മുഴുവനും നാവിനോട് ഓർമ്മപ്പെടുത്തും, നാവിനോട് സംസാരിക്കും. ഫതഖൂൽ ഇത്തഖില്ലാഹ ഫീന ഫഇന്നമാ നഹ്നു ബിക്, നാവിനോട് അവയവങ്ങൾ മുഴുവനും പറയും, നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കാരണം നീ എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ. ഫൈൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ നമ്മളും നേരെയാകും. വൈൻ ഇഅ്വജജ്ത ഇഅ്വജജ്ന, നീ തെറ്റിപ്പോയാൽ, നീ വളഞ്ഞുപോയാൽ ഞങ്ങളും വളഞ്ഞു പോകും. എല്ലാ ദിവസവും നമുക്ക് നേരം പുലരുമ്പോൾ നമ്മുടെ അവയവങ്ങൾ മുഴുവനും നാവിനെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണിത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല. റഖീബും അതീദും അഥവാ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരും തയ്യാറായി നിൽക്കുന്നതുമായ 2 പേർ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ. സഹോദരങ്ങളെ, ഇത് സംസാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സലഫുകൾ, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ കസുറ കലാമുഹു കസുറ സഖ്തുഹു, ആരാണോ ധാരാളമായി അധികരിച്ച സംസാരം നടത്തുന്നത്, ആരുടെ സംസാരമാണോ ധാരാളമാകുന്നത്, അതായത് ധാരാളമായി ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അബദ്ധങ്ങളും ധാരാളമായിരിക്കും. വമൻ കസുറ സഖ്തുഹു കസുറത് ദുനൂബു, ആരുടേതാണോ ആരുടെ വീഴ്ചകൾ
അധികരിച്ചുവോ അയാളുടെ പാപങ്ങളും അധികരിക്കും. വമൻ കസുറത് ദുനൂബുഹു കാനത്തിൻ നാറു ഔലാ ബിഹി. ആരുടെ പാപമാണോ അധികരിച്ചത് അവന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നരകമാണ്. നിങ്ങൾ സംസാരം അധികമായാൽ വീഴ്ചകളും അധികരിക്കും. കുറേ സംസാരിക്കുമ്പോൾ കുറേ തെറ്റുകളുണ്ടാകും. അങ്ങനെ വീഴ്ചകൾ അധികരിച്ചാൽ അത് തെറ്റായി മാറും, തിന്മകളും വർദ്ധിക്കും. ഓരോ വാക്കുകൾ പിഴക്കുമ്പോഴും അത് തെറ്റായി തിന്മയായി രേഖപ്പെടുത്തപ്പെടും. അങ്ങനെ തിന്മകൾ വർദ്ധിച്ചാൽ നരകമാണ് അവന് ഏറ്റവും അനുയോജ്യം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ ഔറദനി അൽ മവാരിദ്. ഞാൻ എവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നെ എത്തിച്ചത് ഇതാ ഈ കാര്യമാണ്. സഹാബത്തിൻ്റെ വാക്കാണിത്. അവരെവിടെ എത്തിയത്? അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയിലാണ്, സഹാബികളാണ്. നന്മകൾ സംസാരിക്കുന്ന നന്മകളുടെ വാഹകരായ ഈ ഉമ്മത്തിൻ്റെ നേതാക്കന്മാരുടെ വാക്കുകളാണിത്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇന്നമൽ കലാമു അർബഅ. തീർച്ചയായും സംസാരമെന്നാൽ അത് 4 കാര്യങ്ങളാണ്. അൻ തദ്കുർ അല്ലാഹ്, ഒന്നല്ലെങ്കിൽ നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. വതഖറ അൽ ഖുർആൻ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യലാണ്. വതസ്അല അൻ ഇൽമിൻ ഫതുഖ്ബിറ ബിഹി, ഇൽമിനെക്കുറിച്ച് വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വല്ല കാര്യവും നീ ചോദിക്കുക, എന്നിട്ട് നിനക്ക് അതൊരാൾ പറഞ്ഞു തരിക. ഔ തകല്ലമ ഫീമാ യഅനീക മിൻ അംരി ദുനിയാക്, അതല്ലെങ്കിൽ നിന്റെ ദുനിയാവിന് ഉപകാരപ്രദമായ വാക്കുകൾ നീ സംസാരിക്കുക. ഇതാണ് സംസാരം എന്ന നിലക്ക് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് സംസാരങ്ങൾ. ഇതിലൊതുക്കാൻ സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്ക് അത്ഭുതകരമാണ്. വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഏതൊരുവനാണോ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ അള്ളാഹു തന്നെ സത്യം. മാ അലൽ അർളി അഹഖു ബിതൂലി സിജ്നിൻ മിനൽ ലിസാൻ, ദുനിയാവിൽ സുദീർഘമായി വല്ലതിനെയും ജയിലിലടക്കണമെങ്കിൽ നാവല്ലാത്ത മറ്റൊന്നുമില്ല. നാവാണത് അതിന് ഏറ്റവും അർഹതപ്പെട്ടത്. ഭൂമുഖത്ത് വല്ലതിനെയും സുദീർഘമായി ജയിലിലടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജയിലിലടക്കണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നാവാണ്. ഒരിക്കലും പുറത്തുവിടാതെ പിടിച്ചു വെക്കാൻ വല്ലതുമുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ തുനിഞ്ഞാൽ നാവിനാണത് ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. നോക്കൂ നിങ്ങൾ, സഹാബത്ത്, നമ്മുടെ നല്ലവരായ മുൻഗാമികൾ നാവിൻ്റെ കാര്യം എത്ര ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഏറ്റവും നിസാരമായി കാണുന്ന നമ്മുടെ നാവാണ്. നമ്മളിങ്ങനെ പറയാതിരുന്നാൽ വിചാരിക്കും ഓനക്കെന്തോ രോഗമുണ്ടെന്ന്. സംസാരം കുറഞ്ഞ ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഓനെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. യഥാർത്ഥത്തിൽ സംസാരം കുറയുക എന്ന് പറഞ്ഞാൽ അതാണ് നല്ലത്. കുറഞ്ഞ സംസാരം എന്നത് നന്മയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. കുറേ സംസാരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നല്ലതല്ല. കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില മുൻഗാമികൾ പറഞ്ഞു, യബ്ന ആദം, അല്ലയോ ആദമിൻ്റെ പുത്ര മനുഷ്യ, ഇന്നക മാ സകത്ത ഫഅൻത സാലിം, തീർച്ചയായും നീ മൗനം പാലിക്കുന്ന കാലത്തോളം നീ സുരക്ഷിതനാണ്. ഫഇദാ തകല്ലംത ഫഖുദ് ഹിദ്റക്, നീ സംസാരിക്കാൻ തുടങ്ങിയാൽ നീ ജാഗ്രത കൈക്കൊള്ളുക. ഇമ്മാ ലക വ ഇമ്മാ അലൈക, ഒന്നല്ലെങ്കിൽ അത് നിനക്ക് അനുകൂലമായിരിക്കും, അതല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിരിക്കും. മിണ്ടാതിരിക്കുന്ന കാലത്തോളം സുരക്ഷിതനാണ് എന്നാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കാലത്ത്, ഫിത്നകൾ നിറഞ്ഞ കാലത്ത്, പല രൂപത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. അതിന് കാതു കൊടുക്കുക, അതിൽ സംസാരിക്കുക എന്നുള്ളത് നമുക്കാവശ്യമില്ലാത്ത കാര്യമാണ്. അത്തരം പ്രശ്നങ്ങളും അതുപോലെയുള്ള ഫിത്നകളും സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. വിഷയം കൃത്യമായി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, അത് അമലാക്കാൻ ശ്രമിക്കുക. പ്രശ്നത്തിൽ പോയി തലയിടാൻ നമ്മൾ നിൽക്കരുത്. പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് സുരക്ഷിതത്വം.
നമ്മളും 2 വാക്ക് പറയണ്ടേ? നമ്മളും 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതില്ല. നമുക്ക് അത്തരം ബാധ്യതകൾ ഒരാളോടും ഇല്ല. സലഫുകൾ, മുൻഗാമികൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. മുൻഗാമികൾ, സലഫുകൾ, സഹാബത്ത് അവരുടെ കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ മൗനം പാലിച്ചിട്ടുണ്ട്. അവർക്ക് സംസാരിക്കാമായിരുന്നു, പക്ഷേ സംസാരിക്കാതെ മൗനം പാലിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഫിത്നകളുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കുക, അതിന് വേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കുക എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക, നമ്മുടെ നാവ് സുരക്ഷിതമാക്കുക, നമ്മുടെ പരലോകം അത് മുഖേന രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ധാരാളം നാവുമായി ബന്ധപ്പെട്ട്, സംസാരവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഉലമാക്കളുടെ, മുൻഗാമികളുടെ വാക്കുകളും നമുക്ക് കാണാം. ഒരൊറ്റ മജ്ലിസൊന്നും പോരാ. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ അദബാണ്, മര്യാദയാണ് ഇത്രയും നേരമായിട്ട് പറഞ്ഞത്. സംസാരവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ മര്യാദ മാത്രമേ ഇന്ന് പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും പറയാനുണ്ട്. ഇനിയും ധാരാളം ആ വിഷയത്തിൽ നമുക്ക് കാണാം. ആവശ്യത്തിനുള്ളത് പറഞ്ഞ് ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.